നമുക്ക് ബാലജയും കോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ശ്രീദേവി ഉദയഭാനുവിനോട് പറഞ്ഞു, ഹാൻദേട്ടൻ എന്നെ ഉപദ്രവിച്ചാലും എനിക്കിനി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആ പാവം മനുഷ്യനെ വഞ്ചിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനും അച്ഛനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി അകത്തേക്ക് കയറിപ്പോയി. ഉദയഭാനു എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കണം. അപ്പോഴേക്ക് സുകന്യ അങ്ങോട്ട് വന്നു. സുകന്യ വന്നിട്ട് ചോദിച്ചു, അല്ല ഉദയഭാനു സാറേ, ലൈസൻസിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ലൈസൻസ്, ഓ യുദ്ധമല്ലേ എന്റെ സുകന്യ മോളെന്ന് ചോദിച്ചു. അതിന് യുദ്ധം ദുബായിലല്ലേ, സിംഗപ്പൂരിലല്ലോ എന്ന് പറഞ്ഞു. സിംഗപ്പൂരിലില്ലെങ്കിലും സുകന്യ ഒരു കാര്യം വിചാരിക്കണം. ഇവിടെ ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് കിട്ടാനുണ്ടോ? ഇല്ല. ഈ വീട്ടിൽ ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ട്, പക്ഷെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇനി വീണ്ടും അടുത്ത് കുറ്റി കിട്ടുവോളെന്ന് പറഞ്ഞു. അതാ പറഞ്ഞേ, യുദ്ധം ദുബായിലാണ് നടക്കുന്നെങ്കിലും അത് മറ്റുള്ളിടത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ? അതെ, അതൊക്കെ പതുക്കെ കിട്ടിക്കോളും ലൈസൻസ്. ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ആനന്ദും ആകാശും ആരിനും ഒക്കെ ബാലിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ അച്ഛനിത് എവിടെ പോയി? കുറെ സമയമല്ലോ പോയിട്ട്. അത് ശരിയാണല്ലോ, കുറെ സമയേ. ഇനിയിപ്പോ വല്ലയിടത്തൊന്നും വല്ല അടി മേടിച്ചെടുക്കാൻ പോയതാണോ? എന്തൊക്കെയായിരുന്നു പുഴയെ കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തില അവിടെ അളിയനെ രക്ഷിച്ചെന്ന് കാറിലേക്ക് കയറ്റിയത് എന്ന് ധർമ്മം പറഞ്ഞു. അളിയന് പുഴ കണ്ടപ്പം കുളിക്കണം പോലും. ആൾക്കാരെല്ലാം കൂടെ കൂടി അവസാനം തല്ലി കിട്ടുന്ന പരുവത്തിലായിരുന്നു. ആര്യം പറഞ്ഞു, അത് ശരിയാ, ഞാൻ കരുതി അവിടുന്ന് തല്ലി കിട്ടിയെന്ന്. അവരുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടാന്ന് പറഞ്ഞാൽ അത്ര നല്ല ഇടപാടൊന്നുമല്ല. ഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നെ. പക്ഷെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛന്റെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അല്ല ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും തല്ലി മേടിക്കാനുള്ള വകുപ്പ് അന്വേഷിച്ച് പോയതായിരിക്കോ അളിയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അങ്ങനെ ഞാൻ വഴിയില്ല. ചിലപ്പോ അച്ഛന്റെ വല്ല ഫ്രണ്ട്സിനെ വല്ല കാണാനോ. ഫ്രണ്ട്സോ? ഇവിടെയോ? അത് ശരിയാണല്ലോ, പിന്നെ ഇത് എവിടെ പോയതായിരിക്കും? അങ്ങനെ അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനുമാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലനെ കണ്ടുകഴിഞ്ഞപ്പം ധർമ്മം ചോദിച്ചു, അളിയന് ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടോ? ഇവിടെയോ? ഇവിടെ ഏത് ഫ്രണ്ടാ ഉള്ളത്? അത് മുനിയാണ്ടിയോ? അങ്ങനെ ഫ്രണ്ടിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല എതിരായിട്ടും. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, നിനക്കൊന്നും അറിയത്തില്ലാത്ത കുറെ മുനിയാണ്ടി വരെ എനിക്കറിയാം. അതെ, ഈ ബാലിനെ അളക്കാൻ വരണ്ട പറഞ്ഞേട്ടല്ലോ. കൊപ്ര കച്ചവടക്കാരൻ മുനിയാണ്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞ നിനക്കൊക്കെ അറിയാവുന്ന ചോദിച്ചു. ധർമ്മനൊക്കെ അന്തം വിട്ട് നോക്കണം. ഈ സമയത്ത് ആര്യം പറഞ്ഞു, ഇനി പോകാച്ചാന്ന് പറഞ്ഞു. ശരി ശരി ബാ വന്ന് കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലിനൊരു ബാഗ് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ അളിയ, ആ ബാഗ് കൊണ്ടുപോവാ, ഞാൻ പിടിക്കാന്ന് ധർമ്മം പറഞ്ഞു. വേണ്ട വേണ്ട, ഈ ബാഗ് ഞാൻ പിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ബാലിനത് ചേർത്ത് പിടിക്കുവാണ്. അങ്ങനെ കാർ കയറി കഴിഞ്ഞാലും ധർമ്മന് സംശയം, എന്തായിരിക്കും ആ ബാഗിനകത്ത്? എന്തോ കാര്യമായിട്ടുണ്ട്. അതാണ് അളിയൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്താന്ന് അറിയാനായിട്ട് എന്താ ഒരു മാർഗം? സാരമില്ല, കണ്ടുപിടിക്ക എന്നൊക്കെ ധർമ്മൻ മനസ്സിൽ കരുതുവാണ്. ഇതേ സമയത്ത് ഗോമതി ഒരു ചായയൊക്കെ വെച്ചുകൊണ്ട് ഉദയഭാനിന് കൊടുത്തു. അങ്ങനെ ഉദയഭാനി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ പോകാനായിട്ട് എഴുന്നേൽക്കുവാണ്. ആ സമയത്ത് സുകന്യ മനസ്സ് വിചാരിച്ചു, ലൈസൻസിന്റെ കാര്യത്തിലൊരു തീരുമാനം ആയില്ലല്ലോ, അതിനെക്കുറിച്ച് ഒന്നുകൂടെ ചോദിക്കായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല ഉദയഭാൻ സാറ് ഇറങ്ങുവാണോ? ഇറങ്ങിയേക്കാം. മീനാക്ഷി ചോദിച്ചു, ഇനിയിപ്പോ അങ്കിള് നേരെ വീട്ടിലേക്കാണോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ഇവിടം വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകാന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. മീനാക്ഷി രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ് ഗോമതി. അമ്മ ഇത് എന്തു മണ്ടത്തരെ പറയണമെന്നുള്ള രീതിയിൽ. അത് കേൾക്കേണ്ട താമസം ഉദയഭാനി ചാടി സെറ്റിയിലേക്ക് വീണ്ടും വരുന്നു. ഗോമതി പറഞ്ഞല്ലേ എങ്കിലും ഊണ് കഴിച്ചിട്ട് പോകാന്ന്. ഗോമതിക്ക് കർണത്തടിയേറ്റവലേപ്പേ. ഗോമതി വെറുതെ ഒരു മേമ്പൊടിക്ക് പറഞ്ഞാണ്, സമയമില്ല പോകുന്നൊക്കെ പറയുന്ന കരുതിയതാണ്. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാ സംഭവിച്ചേ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അങ്കിളെ അത് ഞങ്ങൾ പുറത്തു പോകാനായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കറികളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതാണോ? അതിനകത്തൊന്നും വലിയ കഥയില്ലെന്നേ. കോമതി കൈയും കൊണ്ട് ഒരു പുളിശ്ശേരി കിട്ടിയാലും മതി, അതിന് നല്ല രുചി കാണുമെന്ന് പറഞ്ഞു. അത് കൂട്ടി കഴിച്ചാൽ മതി. എനിക്കധികം കറികൾ വേണം നിർബന്ധമില്ല. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അച്ഛൻ വീട്ടിലേക്ക് ചെല്ല, അമ്മ കാത്തിരിക്കുമല്ലേ ഊണ് കഴിക്കാനായിട്ട്. അച്ഛൻ വീട്ടിൽ പോയി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്റെ മോളെ അതൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, അമ്മ എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ദൈവമേ, അച്ഛനെ പറഞ്ഞു വിടാനും പറ്റുന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിക്ക്. ആ സമയത്ത് ഗോമതി പറഞ്ഞു, മക്കളെ നമുക്കകത്ത് പോയി ആഹാരം പാചകം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടി അങ്ങോട്ട് പോയി. സുകന്യ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ദേഷ്യമായി. അമ്മ ഇത് എന്തു ഭാവിച്ചാന്ന് ചോദിച്ചു. ശ്രീദേവി മുറിയിലേക്ക് പോയായിരുന്നു. അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പോകാൻ കഴിഞ്ഞ മനുഷ്യനെ പിടിച്ചു നിർത്തി ഊണ് കഴിച്ചിട്ട് പോകാന്ന്. ഇടി മോളെ, ഞാനിതിങ്ങനെ പ്രതീക്ഷിച്ചോ? ഞാൻ കരുതിയത് എന്താണെന്നറിയാവോ? ഊണ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും വേണ്ട, സമയമില്ല ഗോമതി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന. പക്ഷെ ആ മനുഷ്യൻ ഇവിടെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതാ പറഞ്ഞത്, ഇതെന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും?
ഗോമതി പറഞ്ഞു, ഞാനൊരു മെഴുക്കുവരട്ടി ഇച്ചിരി പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കും, അല്ലാതെ വിഭവസമൃദ്ധമായ സദ്യ ഒന്നും ഒരുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് വേണേ പോട്ടെ എന്ന് പറഞ്ഞു. അത് മതി. അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴേക്കും മീനാക്ഷി ഒടിഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ചക്കത്തെ ഷോയ്ക്ക് പോവാം, 2 മണിക്കത്തെ ഷോയ്ക്ക് പോവാം. എങ്ങനെയുണ്ട് മിത്ര? നീ ഒരു കാര്യം ചെയ്യാം, അനുവിനെ വിളിച്ചു പറ, ആ സമയമാകുമ്പത്തേന് തിയേറ്ററിൻ്റെ അങ്ങോട്ടേക്ക് വരാനായിട്ട്. ഞാൻ ഇപ്പം തന്നെ വിളിക്കാം ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഫോൺ എടുത്തുകൊണ്ട് പോയി. പിന്നീട് അനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനു നീ കോളേജിൽ നിന്ന് ഇപ്പം ഇറങ്ങണ്ട, ഒരു 2 മണിയൊക്കെ ആകുമ്പത്തേനും തിയേറ്ററിൻ്റെ അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞങ്ങൾ അപ്പത്തേനും എത്തിയേക്കാന്ന് പറഞ്ഞു. ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അനു കോള് കട്ട് ചെയ്യുകയും ചെയ്തു. സുകന്യക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. സുകന്യ ഉദയഭാനോട് ചോദിച്ചു, അല്ല സാറേ ലൈസൻസ് കാര്യം എങ്ങനെയായി, അടുത്ത കാലത്ത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ സുകന്യെ, യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ടാന്ന്. അല്ല എൻ്റെ 10 ലക്ഷം. 10 ലക്ഷം വേണോ? വേണമെങ്കിൽ ഇപ്പം തിരിച്ചു തന്നേക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ആ സിംഗപ്പൂർ ലൈസൻസിന്റെ കാര്യത്തിൽ ഒന്നാമത് കിടക്കുന്ന പേര് സുകന്യയുടെയാ. സുകന്യ പണം തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ആ ലൈസൻസ് കിട്ടാൻ പോകുന്നില്ല. 2ാമത്തെ പേരുകാരൻ മിക്കവാറും ലൈസൻസ് കൊണ്ട് പോകും. പിന്നെ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്, അതിന് കുറച്ച് താമസം പിടിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, അങ്ങനെയാണ് വേണ്ട, ഇപ്പം എന്നാ വേണ്ട, പതുക്കെ മതി എന്ന് പറഞ്ഞു. പിന്നെ സുകന്യക്ക് അത്യാവശ്യമാണെങ്കിൽ കാര്യം ചെയ്യാം, നമുക്ക് പ്രീമിയം ലൈസൻസ് എടുക്കാമെന്ന് പറഞ്ഞു. പ്രീമിയം ലൈസൻസോ? അതെ, പ്രീമിയം ലൈസൻസ് എടുക്കാം, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ലൈസൻസാ. അതിന് പിന്നെ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുറച്ച് പൈസയും കൂടെ ചിലവാകും, കുറച്ച് പൈസയും കൂടെ വേണമെന്ന് പറഞ്ഞു. ഇനിയും പൈസയോ? അതെ, ഇനിയും പൈസ വേണ്ടി വരും. സുകന്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുകന്യ പറഞ്ഞു, ശരി ആലോചിക്കാന്ന് പറഞ്ഞു. ഉദയഭാനുവിന് സന്തോഷമായി, രക്ഷപ്പെട്ടു. ഇവളെ പറ്റിക്കാനായിട്ട് എളുപ്പ, ഈ പേര് പറഞ്ഞ് കുറച്ച് പണം തട്ടിയെടുക്കണം എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. ഇതേ സമയത്ത് ബാലനും ആര്യനും ആകാശമൊക്കെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബാലൻ മക്കളെയും വിളിച്ചോണ്ടിറങ്ങി. അങ്ങനെ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്, വെള്ളത്തിലൊക്കെ ചാടി മറിഞ്ഞ് അവർ എൻജോയ് ചെയ്യാണ്. പിന്നീട് വീണ്ടും യാത്ര തുടങ്ങി. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ട്രിവാൻഡ്രം എത്തി. ഇത്ര ഇവിടുത്തെ ട്രിവാൻഡ്രം എത്തിയോ? ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയായാലും നല്ലൊരു ഹോട്ടൽ റൂം എടുക്കണം, പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വേണം പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാനെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിപ്പം ആര്യം പറഞ്ഞു, മിക്കവാറും ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിലായിരിക്കും റൂം എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഡ്രൈവറോട് പറഞ്ഞു, ഇവിടുത്തെ ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഡ്രൈവറെ ഏറ്റവും നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുവന്ന് കാറ് നിർത്തുവാണ്. ഈ സമയത്ത് ബാലൻ ചോദിച്ചു, ഇതാണ് ഇവിടുത്തെ നല്ല ഹോട്ടൽ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ ഇറങ്ങി. ഈ സമയത്ത് ധർമ്മൻ ആകാശിനോട് പറഞ്ഞു, ഇപ്പൊ കണ്ടോ, അളിയും പറയും, അതെ ഇത്രയും വലിയ ഹോട്ടലിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തേണ്ട കാര്യമുണ്ടോ, നമുക്ക് പോയേക്കാം എന്നൊക്കെ പറയും, കണ്ടോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ എന്ന് ചോദിച്ചു. അതെ, ഇതിനേക്കാളും വലിയ ഹോട്ടലില്ലല്ലോ. ഇല്ലാന്ന് പറഞ്ഞു. ഇതെന്ത് പറ്റി അളിയന് എന്നൊരു ചിന്തയായിരുന്നു ധർമ്മന്റെ മനസ്സിൽ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഇപ്പൊ കണ്ടോ അച്ഛൻ പറയണേ, ഇത് വലിയ ഹോട്ടലാ, ഇവിടെ നിർത്തണ്ട, വേറെ ഏതെങ്കിലും ചെറിയ ഹോട്ടലിലേക്ക് പോയാൽ മതി, ഇവിടേക്ക് ഇഷ്ടം പോലെ ക്യാഷ് ആകും ഒരു റൂമിനെന്ന് പറയുന്നു. പക്ഷെ ബാലൻ അതൊന്നും പറഞ്ഞില്ല. ബാലൻ പറഞ്ഞു, എങ്കിൽ ശരി റൂം എടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആകാശിനോട് ആനന്ദ് പറഞ്ഞു, അച്ഛനെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ നല്ല റേറ്റ് ആന്നാ, അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആകാശ് വിളിച്ചു, അച്ഛാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. എന്താടാ? ആനന്ദ് എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് സ്റ്റാർ ഹോട്ടലാണ്, ഇവിടെ നല്ല റേറ്റ് ആവുമെന്ന് പറഞ്ഞു. റേറ്റ് ആവട്ടെ, അല്ലച്ച അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, ഇവിടുത്തെ ഒരു കുപ്പി വെള്ളത്തിന് പോലും 4 ഇരട്ടി പൈസയായിരിക്കും. ആവട്ര എന്ന് പറഞ്ഞു ബാലനങ്ങ് നടക്കുമ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, ഇത് മിക്കവാറും പ്രശ്നമാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. ആര്യ, നീ അച്ഛനോട് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആര്യം ബാലന്റെ പിന്നാലെ ഓടി. ബാല റിസപ്ഷനിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു. അച്ഛാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്താടാ, ഈ ഹോട്ടലിൽ നമുക്ക് വേണ്ട, നമുക്ക് വേറെ ചെറിയ ഹോട്ടലിൽ പോയി റൂം എടുക്കാം. ഞാൻ ഈ സ്റ്റാർ ഹോട്ടലൊന്നും ഇതുവരെയായിട്ടും അടിച്ചു പൊളിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു, ഇവിടെ മതി എന്ന് പറഞ്ഞു. പെട്ടുപോയി ആര്യന്. ഇത് അച്ഛനെ എന്ത് ഭാവിച്ചെന്നറിയില്ലോ. ഒടുവില് ബാല റിസപ്ഷനിലേക്ക് എന്നു. ഈ സമയത്ത് ആനന്ദ് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അതെ റൂം വേണ്ട, ഡോർമെട്രി മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, ഡോർമെട്രി എന്തിനാടാ, അവിടെ ആർക്ക് കിടക്കാനായിട്ടാ? അത് മതിയച്ചാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അതൊന്നും വേണ്ട, റൂം തന്നെ വേണം, 3 റൂം വേണമെന്ന് പറഞ്ഞു. ആകാശിനും ആരിനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3 റൂമോ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, റൂമിന് നല്ല റേറ്റാ സാർ എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഒരു 5000-6000 രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കടലൊക്കെ കാണാവുന്ന രീതിയിലുള്ള റൂം ആയിരിക്കണം, AC ഒക്കെ നല്ല വേണം, റൂമൊക്കെ നല്ല അടിപൊളിയായിരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ധർമ്മം വന്നിട്ട് ചോദിച്ചു, അളിയ അതിന്റെ ആവശ്യമുണ്ടോ, കടൽ കാണെങ്കിൽ നമുക്ക് പുറത്തു പോയി കണ്ടാൽ പോരെന്ന് ചോദിച്ചു. അതൊന്നും പറ്റില്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കടൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള റൂം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്
ബാലൻ വാശി പിടിച്ചു. ഒടുവിലെ ബാലൻ റൂം എടുക്കണം, 3 റൂം പൈസ കൊടുത്തിട്ട്. ഞെട്ടിപ്പോയി ആര്യനും ആകാശവും ഒക്കെ. അവര് 4 പേർക്കുമായിട്ട് 2 റൂമും ബാലനൊരു റൂമും, അങ്ങനെയാണ് 3 റൂം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ബാലൻ പറഞ്ഞു, നിങ്ങൾ പോയി റെഡിയായിട്ട് വരാൻ നോക്ക്, നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. ഈ സമയം ധർമ്മം പറഞ്ഞു, ഞാൻ ഭാഗത്തായിട്ട് ഞാൻ പിടിക്കാം. വേണ്ട വേണ്ട, ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ തന്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആകാശ് പറഞ്ഞു, മാമ ഇപ്പൊ കണ്ടോ, ഇവിടുന്ന് പോയിട്ട് ഏതെങ്കിലും തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറയും. അച്ഛന്റെ സ്വഭാവം അറിയാലോ, അങ്ങനെ തന്നെ ആവാനാ വഴിയുള്ളെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഉദയഭാനു ആഹാരം കഴിക്കുകയാണ്. ചോറ് കഴിച്ചു, കൈയൊക്കെ നക്കി പിടിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്കും ഇത്രയ്ക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, പൈപ്പ് അവിടെ ഉണ്ട്, അല്ല ടാപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കൈ കഴിയാനായിട്ട് അങ്ങോട്ട് ഉദയഭാനു എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അച്ഛൻ ഇവിടുന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഉദയഭാനുവിന്റെ മനസ്സിൽ വേറൊരു വിചാരം ഉണ്ടായിരുന്നു. കാരണം ബാലൻ 10 ലക്ഷം രൂപ ഈ വീട്ടിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് അറിയത്തില്ല, അത് കണ്ടെടുത്തണം എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.